ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ നമ്മൾ എല്ലാവരും ദോശയൊക്കെ അരക്കും, ഉഴുന്ന് ദോശയൊക്കെ അരക്കുമ്പോൾ നമ്മൾ പറയുന്നതേ ദോശമാവ് നല്ല പെർഫെക്റ്റായി വന്നില്ല, പൊങ്ങിയില്ല എന്നൊക്കെ. അതിന് ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഈ പച്ചമുളകില്ലേ അത് ഇതുപോലെ എന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ അരച്ച് വെച്ച മാവിലോട്ട് താഴ്ത്തി വെക്കുക. താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് ചേർക്കണ്ട, ബേക്കിംഗ് സോഡ ചേർക്കണ്ട, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് നമുക്ക് ഉഴുന്ന് ദോശ നമുക്ക് എന്ത് ചെയ്യാം, റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ചൂടുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് വലിയ പാത്രത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ മാവ് ഒഴിച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാഞ്ഞാൽ അതെന്ത് ചെയ്യുക, പതഞ്ഞാകെ പോകും. അപ്പോൾ ഇതാ നമ്മൾ പിറ്റേന്ന് രാവിലെ നമ്മളെ മാവൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അടിപൊളി മാവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ നേരം വെളുത്തതിന് ശേഷം മുളകൊക്കെ എന്ത് ചെയ്യുക, കോരി മാറ്റുകയാണ് കേട്ടോ. അപ്പം നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ദോശ അടുപ്പിലാണ് കേട്ടോ, അടുപ്പത്ത് നമ്മൾ ചട്ടി വെച്ചിട്ട്, ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലാണ് ചുട്ടെടുക്കുന്നത്. ഇതുപോലെ ഈ രൂപത്തിലാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഉപ്പിട്ട് കൊടുക്കണമെന്ന്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ചട്ടി ചൂടാക്കുക. എണ്ണ വേണ്ടവർക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക, അതല്ല വെള്ളം കുടഞ്ഞിട്ട് ചുട്ടെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അടിപൊളി മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടായിലേക്ക് നമ്മൾ ആവശ്യത്തിന് മാവ് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഓരോ ദോശകളായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ചുട്ടെടുക്കുക. പിന്നെ ഈ ദോശ എന്ത് ചെയ്യുക, നമ്മളെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചുടുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, എടുക്കാനും കിട്ടും കേട്ടോ. നമ്മൾ പറയും നമ്മളിങ്ങനത്തെ ചട്ടിയിലൊക്കെ ചുട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അടി പിടിക്കും, കിട്ടാൻ താമസമാണ്. അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. നല്ല അടിപൊളി ദോശ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല പൊങ്ങി വന്ന് നല്ല സൂപ്പർ ദോശ. ഒന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ദോശയാണ്. പോലെ നിങ്ങളും ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഇനി ഒരാളും പറയരുത് ഞാൻ ദോശ ചുട്ടിട്ട് എൻ്റെ ദോശമാവ് റെഡി ആയില്ല എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.